ലാലുവിൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസോട് കൂടിയിട്ട് ഇന്ന് റിലീസായതാണ്. പറന്ന് ചെല്ലാൻ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ഈ പാലക്കാടിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ളൊരു സംഭവം എടുത്തിട്ട് അതിലൊരു കുടുംബചിത്രം എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് ഹൃദയത്തിൽ കൊണ്ടിറക്കാൻ പറ്റിയ നല്ലൊരു മൂവി, ഒരു കുടുംബചിത്രം. ലവ് സ്റ്റോറി ആണെങ്കിൽ ഒന്നും പറയാനല്ല, പെർഫെക്റ്റ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ലവ് സ്റ്റോറി, ഹൃദയം ഇങ്ങനെ കലങ്ങി പോകുന്ന ഒരു സംഭവം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. നല്ല സ്റ്റോറി, നല്ല മൂവിയാണ്, എല്ലാവരും കാണാം. നല്ല സ്റ്റോറി, ഒട്ടും പ്രതീക്ഷിക്കാനൊരു നല്ല മൂവി കണ്ട പോലെ, എന്നാലും പെർഫെക്റ്റ് ആയിട്ട് പോയി. ഫൈറ്റൊക്കെ സൂപ്പറാണ്, സിദ്ധാർത്ഥ് സാറൊക്കെ ഭയങ്കര എക്സ്പേർട്ട്, എന്താ പറയുക, ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രസമുണ്ട്, ആ ഒരു കിക്കൊക്കെ കാണാനായിട്ട്, കൈവിശുള്ള അടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. തൂക്കിയെറിയലൊക്കെ കഥയും നല്ല രസമുണ്ട്. ഒരു ചെറിയ കുഞ്ഞു മൂവി, അതായത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാനിതുവരെ കാണാത്തൊരു നാട്ടുമ്പുറം കൂട്ടുകുടുംബം, അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള നല്ല അവസാനം, ക്ലൈമാക്സ് പടം കുഴപ്പമില്ല. അതായത് ഒരു തിയേറ്റർ വാച്ചുള്ളായിട്ടുള്ള ഒരു മൂവിയാണ്. അതേപോലെ തന്നെ സിദ്ധാർത്ഥ് പുള്ളിയുടെ പെർഫോമൻസ് നല്ല കിട്ടുന്നതായിട്ട് വന്നിട്ട്, എന്നിരുന്നാലും പടം കൊള്ളാം. അതായത് പടത്തിൻ്റെ കഥ വെച്ച് നോക്കുമ്പോൾ ഒരു പാലക്കാട് ആ ഗ്രാമപ്രദേശത്തൊക്കെ പറഞ്ഞ കഥയാണ്. എന്തായാലും തീർന്നു കാണാൻ ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രേക്ഷകർക്ക് നല്ലൊരു ഗിഫ്റ്റാണോ ഈ ഒരു ചിത്രം? നമുക്ക് ആങ്സൈറ്റി നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് ഇനി മുന്നോട്ട് എന്ന് ശരിക്കും ചിന്തിക്കാൻ പറ്റിയൊരു സിനിമ. പിന്നെ ഒരു നോർമൽ മനുഷ്യ മനസ്സുകളിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫ് നല്ല അസലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് നന്നായിട്ടുണ്ട്, പാട്ട് സൂപ്പർ സോങ്സ്, പിന്നെ അവസാന ട്വിസ്റ്റ് നല്ല ഗംഭീരമായി. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ സിനിമ നമ്മൾ മറക്കില്ല. ആ ലാസ്റ്റ് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ഭാഗം. പിന്നെ ആ വയലാറിൻ്റെ ആ പാട്ടെടുത്തതും ആ പാട്ട് സിനിമയ്ക്ക് നല്ല അസലായിട്ട് യോജിക്കുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലം നന്നായിട്ടുണ്ട്, എല്ലാം വിഷ്വൽസും എല്ലാം സൂപ്പർ, നല്ല സിനിമ. ഞാനിതൊരു പാർട്ടാണ് സിനിമയുടെ, അപ്പോൾ ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നല്ലൊരു സ്റ്റോറിയാണ്, നല്ല കുറേ വിഷ്വൽസും ഉണ്ട്, മധുവമ്പാട് സാറിൻ്റെ ക്യാമറയാണ്, കുറേ നല്ല പാട്ടുകളുണ്ട്. കുറേ നാളത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡീസ് ആയിട്ടുള്ള സോങ്സ് ഉള്ളൊരു സിനിമയാണ്. എല്ലാം നല്ല സിനിമയായിരുന്നു, അടിപൊളിയാണ്. കണ്ടുപോലൊരു ഫീലായിരുന്നു. നമ്മുടെ തന്നെ കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇറ്റ്സ് എ പ്ലസൻറ്റ് സർപ്രൈസ്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഡയറക്ടർ ജിഷ്ണു ഹരീന്ദ്ര വളരെ ഭംഗിയായിട്ടാണ് അത് കൂട്ടിയിണക്കിയിരിക്കുന്നത്. നമ്മുടെ വിഷ്ണു സ്റ്റോറി റൈറ്ററിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളുടെ മികവും മ്യൂസിക്കും പിന്നെ മധുവമ്പാട് സാറിൻ്റെ സിനിമാറ്റോഗ്രഫി കൂടിയായിരുന്നു. റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുടുംബശ്രീ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവൻ, അമ്മായി, കുട്ടികൾ, പാലക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സിനിമ കണ്ടിട്ട് കാസ്റ്റിംഗ് എല്ലാം വളരെ രസമായിട്ട് തോന്നി. ഓരോ കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ ആദ്യമായിട്ട് മധുവമ്പാട് സാർ കൃത്യമായിട്ട് പകർത്തിയിട്ടുണ്ട്. കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു വേറിട്ട കഥാപാത്രമൊന്നും സിദ്ധാർത്ഥനെ പോലെ വളരെ കലയെ നല്ല രീതിയിൽ, അപ്പോൾ അതൊക്കെ വളരെ രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഥാപാത്രം